പ്രത്യാശ ജീവനുള്ളതാണ്. പ്രത്യാശ ജീവനുള്ളതാണ്. പ്രത്യാശയ്ക്ക് ഇനിയുള്ള പ്രത്യേകത കേൾക്കൂ. സ്തോത്രം. ലോകത്തിലെ എല്ലാത്തിനും ഭംഗം വരും, ആശയ്ക്ക് നിരാശയും ഭംഗവും വരും. എന്നാൽ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ തിരുവെഴുത്ത് നോക്കിയാട്ടെ. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രത്യാശയ്ക്ക് ഭംഗമില്ല. എല്ലാവരും കേട്ടോ? പ്രത്യാശയ്ക്ക് ഭംഗമില്ല. ബാക്കി എല്ലാത്തിനും ഭംഗം വരും. എന്നാൽ പ്രത്യാശയ്ക്ക് മാത്രം ഭംഗം വരികയില്ല. ഇത് ജീവനുള്ളതാണ്. ഹല്ലേലൂയ. ഇത് സന്തോഷമാണ്. നിങ്ങൾ എളിയവരായിരിക്കാം, ലോകത്തിൽ അറിയപ്പെടാത്തവരായിരിക്കാം, മനുഷ്യരുടെ മുമ്പിൽ പ്രശസ്തരല്ലായിരിക്കാം, സാധുവായിരിക്കാം. എന്നാൽ ഞാൻ നിന്നോട് പറയട്ടെ, ദൈവത്തിലാണോ നിനക്ക് പ്രത്യാശയുള്ളത് എങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ ഉറപ്പിക്കുകയാണ്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. സങ്കീർത്തനങ്ങൾ 9:18 നമ്മൾ വായിക്കുന്നത്, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. കർത്താവിന് മഹത്വം. ഇനിയും ശ്രദ്ധിക്കൂ. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ സന്തോഷമാണ്. സന്തോഷമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 28-ാമത്തെ തിരുവെഴുത്തൊന്ന് വായിച്ചാട്ടെ. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു. നീതിമാന്റെ പ്രത്യാശ സന്തോഷമാകുന്നു. എല്ലാവരും കേട്ടോ? നീതിമാന്റെ പ്രത്യാശ സന്തോഷമാകുന്നു. സങ്കടമല്ല, സന്തോഷമാകുന്നു. ഈ പ്രത്യാശ ഉണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ അത് സന്തോഷമാകുന്നു. ഇനി ഒരു വലിയ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഭാഗം വിടുകയാണ്. പ്രത്യാശയുടെ പ്രത്യേകത ഇത് നിലനിൽക്കുന്നതാണ്. 1 കൊരിന്ത്യർ 13:13 നമുക്കെല്ലാവർക്കും അറിയാം. ആകയാൽ വിശ്വാസം, സ്നേഹം, പ്രത്യാശ ഈ 3 നിലനിൽക്കുന്നു. ഒന്നും കൂടെ. ആകയാൽ വിശ്വാസം, സ്നേഹം, പ്രത്യാശ ഈ 3 നിലനിൽക്കുന്നു. അപ്പോൾ നിലനിൽക്കുന്നതാണ് പ്രത്യാശ.